dear students, welcome back to our channel Phoenix Technos. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് സിവിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന അതായത് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ RRBയുടെ ജൂനിയർ എഞ്ചിനീയർ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം നമ്മുടെ കേരള PSC നടത്തുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് അതായത് നമ്മുടെ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ് അതിൻ്റെ ഒരു സെഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ SSC RRB കേരള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമുകൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ ഇക്വേഷൻസ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. ബാക്കിയുള്ള ടോപ്പിക്സുകൾ നമ്മൾ സിലബസ് വൈസ് തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് നമുക്കറിയാം ബിടെക്കിനും അതുപോലെ തന്നെ ഡിപ്ലോമയ്ക്കും ഒക്കെ നിങ്ങൾ എൻവയോൺമെന്റൽ 1 ആൻഡ് എൻവയോൺമെന്റൽ 2 അതായത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്നും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് എന്നുമാണ് രണ്ട് ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടാണ് എൻവയോൺമെന്റൽ പഠിച്ചേക്കുന്നത്. അതിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 1 വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിലെ ഇക്വേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ വാട്ടറിൻ്റെ ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയുള്ള തിയറിയുടെ കാര്യമൊന്നും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ജസ്റ്റ് ഞാൻ ഇക്വേഷൻ കുറച്ച് സ്പീഡിൽ പോകും അല്ലെങ്കിൽ ടൈം കൂടുതലാവും. ജസ്റ്റ് ഇക്വേഷൻസ് നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. അതായത് പഠിച്ചവർക്ക് ഒരു ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ റിവിഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ പെർ ക്യാപിറ്റൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഡെഫിനിഷനായിട്ട്. പെർ ക്യാപിറ്റൽ ഡിമാൻഡ് ഒരാൾക്ക് ഒരു ദിവസം എത്രമാത്രം വാട്ടർ നീഡഡ് ആണ് റിക്വയർഡ് ചെയ്യുന്നുണ്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പെർ ക്യാപിറ്റൽ ഡിമാൻഡ്. അതിനെ നമുക്ക് ടോട്ടൽ ഇയർലി വാട്ടർ റിക്വയർമെന്റ് ഓഫ് എ സിറ്റി ബൈ പോപ്പുലേഷൻ ബൈ 365 എങ്ങനെയാണ് ഡിനോമിനേറ്റർ വന്നത്? ഒരു ഇയർ എന്ന് പറയുന്നത് 365 ദിവസം, പിന്നെ അവിടുത്തെ പോപ്പുലേഷൻ. അപ്പോൾ ടോട്ടൽ റിക്വയർമെന്റിനെ അവിടുത്തെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിനെ തന്നെ 365 ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർ ക്യാപിറ്റൽ ഡിമാൻഡ് കിട്ടും. അതാണ് നിങ്ങൾ LPCD ലിറ്റർ പെർ ക്യാപിറ്റൽ പെർ ഡേ എന്നും പറഞ്ഞ് യൂണിറ്റിൽ ഡിമാൻഡ് വാട്ടറിൻ്റെ ഡിമാൻഡ് എഴുതുന്നത്. അപ്പോൾ അത് പഠിക്കുമ്പം തന്നെ ഈ ഒരു IS കോഡും അത് വെച്ചിട്ടുള്ള ഈ വാല്യൂസും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഏത് SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതായത് IS 1172 പ്രകാരം വേരിയസ് ടൈപ്സ് ഓഫ് ഡിമാൻഡ് വാല്യൂസ് ഒന്ന് പഠിച്ചിരിക്കണം. അതായത് ലോ ഇൻകം ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഹൈ ഇൻകം ഗ്രൂപ്പിനും എടുത്ത് ചോദിക്കാറുണ്ട്. ലോ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുമ്പം വിത്തൗട്ട് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ആണ്, ഹൈ ഇൻകം ഗ്രൂപ്പ് വിത്ത് ഫുൾ ഫ്ലഷിംഗ് സിസ്റ്റം ആണ്. ലോ ഇൻകം ഗ്രൂപ്പിന് എക്സാമിന് ഡൊമസ്റ്റിക് ഡിമാൻഡ് എത്ര വാല്യൂ എന്ന് ചോദിക്കാറുണ്ട്. ഡൊമസ്റ്റിക് എന്ന് പറയുന്ന 135 LPCD ആണ്. ടോട്ടൽ ഡിമാൻഡ് എത്രയാണെന്നും എടുത്ത് ചോദിക്കാറുണ്ട്. അതാണ് 270 LPCD എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയൽ പബ്ലിക് യൂസ് ലോസസ് ആൻഡ് തെഫ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കിയിരിക്കുക. കൂടുതലും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഡൊമസ്റ്റിക് ഡിമാൻഡും അതുപോലെ തന്നെ ടോട്ടൽ ഡിമാൻഡും ആണ്. ഇനി അടുത്തത് ഹൈ ഇൻകം ഗ്രൂപ്പിനാണെങ്കിൽ ഇതിൻ്റെ രണ്ട് കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ലോ ഇൻകം ഗ്രൂപ്പിന് ഡൊമസ്റ്റിക് 135 ആണ് എങ്കിൽ ഹൈ ഇൻകം ഗ്രൂപ്പിന് ഡൊമസ്റ്റിക് 200ഉം ടോട്ടൽ നമ്മുടെ ലോ ഇൻകം ഗ്രൂപ്പിന് 270 ആണെങ്കിൽ എന്തായാലും ഹൈ ഇൻകം ഗ്രൂപ്പിന് വാട്ടർ ഡിമാൻഡ് കൂടുതലായിരിക്കുമല്ലോ, അത് 335 LPCD ആണ്. ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വേരിയേഷൻസ് ഇൻ ഡിമാൻഡ്. അതായത് ഈ മൂന്ന് ഇക്വേഷൻ ഈ മൂന്ന് ഫാക്ടറിൻ്റെ കാര്യം നിങ്ങൾ ബൈ ഹാർട്ടഡ് ആണ് എങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് മിക്ക പ്രോബ്ലംസും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പഠിച്ചിരിക്കേണ്ടതാണ്. മാക്സിമം ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത് 1.8 ടൈംസ് ആവറേജ് ഡെയിലി ഡിമാൻഡ് ആയിരിക്കും. ഇപ്പം നമുക്കൊരു പ്രോബ്ലം ചോദിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ആവറേജ് ഡെയിലി ഡിമാൻഡ് ആയിരിക്കും തരുന്നത്. അതിനെ നിങ്ങൾ 1.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാക്സിമം ഡെയിലി ഡിമാൻഡ് ആയിരിക്കും അവിടെ എടുക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ മാക്സിമം അവർലി ഡിമാൻഡ് എന്ന് പറയുന്നത് 1.5 ടൈംസ് ആവറേജ് അവർലി ഡിമാൻഡ് ഓഫ് എ മാക്സിമം ഡേ ആയിരിക്കും. മാക്സിമം അവർലി ഡിമാൻഡ് 2.7 ടൈംസ് ആവറേജ് അവർലി ഡിമാൻഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എല്ലാ SSCയുടെ ആണെങ്കിലും എയുടെ ഒക്കെ എക്സാമുകൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് ഫാക്ടേഴ്സ് ഈ മൂന്ന് ഇക്വേഷൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തിരിക്കുക, മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്തിരിക്കുക.
അടുത്തതാണ് ഏറ്റവും കൂടുതൽ തവണ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടോട്ടൽ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാൻഡ്, വാട്ടറിൻ്റെ ഡിമാൻഡ്. ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് പറയാനായിട്ട് ആദ്യം ഒരു ടേം പഠിക്കാനുള്ളത് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്താണെന്നും സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡെയിലി ഡിമാൻഡ് പ്ലസ് ഫയർ ഡിമാൻഡ്, അതിൻ്റെ രണ്ടിൻ്റെ സമ്മിനെയാണ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ടോട്ടൽ ഡ്രാഫ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മാക്സിമം ഓഫ് കോയിൻസിഡൻറ്റ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ മാക്സിമം അവർലി ഡിമാൻഡ്, ഈ രണ്ട് വാല്യൂസ്, ഈ രണ്ട് ഡിമാൻഡ് വാല്യൂയിലെ മാക്സിമം വാല്യൂ എത്രയാണ് അതാണ് നമ്മുടെ ടോട്ടൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ വാട്ടർ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇനി ഫയർ ഡിമാൻഡ്. ഇപ്പോൾ ഇതിനകത്ത് കുറേ ടൈപ്പ് ഓഫ് ഡിമാൻഡുകളുണ്ട്. അതിൽ വരുന്ന ഒന്നാണ് ഫയർ ഡിമാൻഡ്. ഫയർ ഡിമാൻഡ് കണ്ടുപിടിക്കുന്ന കുറേ എംപിരിക്കൽ ഫോർമുലാസ് ഉണ്ട്, കുറേ അധികം ഫോർമുലാസ് ഉണ്ട്. ഞാൻ ഒരു ഫോർമുല മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, അതാണ് കുയിച്ചിലിംഗ് ഫോർമുല എന്ന് പറയുന്നത്. സോ കുയിച്ചിലിംഗ് ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. 3182 √P. പ്രോബ്ലംസ് വന്നാൽ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ പി എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ ഇൻ 1000 ആണ്. അത് എടുത്ത് പറയാൻ കാരണം പോപ്പുലേഷൻ ഇപ്പോൾ 40,000 എന്ന് തരുവാണെങ്കിൽ അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത വാല്യൂ വേണം ഈ റൂട്ടിനകത്ത് പി ആയിട്ട് ഇട്ട് കൊടുക്കാൻ. അതൊന്ന് ശ്രദ്ധിക്കുക. സോ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആയിരിക്കും ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, ലിറ്റർ പെർ മിനിറ്റ്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ യൂണിറ്റ് കൺവേർഷൻസ് ആണ്. എല്ലാ പ്രോബ്ലംസിലും യൂണിറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അടുത്തതാണ് ഇനി പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സുകളാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് തന്നെ പഠിക്കുന്നത്. അതായത് വാട്ടർ ഡിമാൻഡ് അറിയണമെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ അറിയണം. സോ പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് വേണ്ടി കുറേ മെത്തേഡ്സുകളുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ്. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം അനുസരിച്ച് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതായത് ആ മെത്തേഡ് പ്രകാരം PN = P0 + NX ബാർ ആണ്. അതിൽ PN എന്താണ്, N ഡിക്കേഡിന് ശേഷമുള്ള പോപ്പുലേഷൻ ആണ് PN. ഡിക്കേഡ് എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. സോ നമുക്കിപ്പം 2001 പോപ്പുലേഷൻ കണ്ടുപിടിക്കണം. സോ ആ 2001 എന്നുള്ളതാണ് N കൊണ്ട് ഉദ്ദേശിക്കുന്നത് PN. ഇനി P0 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് നോൺ പോപ്പുലേഷൻ. നമുക്ക് കുറച്ച് ഡേറ്റാസ് തന്നിരിക്കും, അതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് നോൺ പോപ്പുലേഷൻ എത്രയാണോ അതാണ് P0. ദെൻ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡീക്കേഡ്സ്. നമ്മൾ ലേറ്റസ്റ്റ് നോൺ പോപ്പുലേഷൻ എത്ര എടുക്കുന്നു, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് പോപ്പുലേഷൻ ആണ്, അത് തമ്മിലുള്ള എത്ര ഡീക്കേഡുകൾ ഉണ്ടെന്നുള്ള ഡിഫറൻസ് ആണ് N. ദെൻ X ബാർ എന്ന് പറയുന്നതാണ് ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ പെർ ഡീക്കേഡ്. അതിനകത്ത് എത്ര ഡീക്കേഡുകളുടെ ഡേറ്റാസ് അവർ തന്നിട്ടുണ്ട്, അതിനകത്ത് ഓരോ ഡീക്കേഡ് കഴിയുമ്പോൾ എന്തൊക്കെ ഇൻക്രീസ് ഉണ്ടായി നമ്മൾ കണ്ടുപിടിക്കും, അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ എടുക്കും. അതാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. ജോമെട്രിക് ഇൻക്രീസ് മെത്തേഡിന്റെ ഇക്വേഷൻ ആണ് PN = P0 × 1 + R/100⁴. അതിൽ R എന്ന് പറയുന്നത് ഇവിടെ ജോമെട്രിക്കൽ മീൻ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്. നേരത്തെ റേറ്റ് ഓഫ് പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഈ ഒരു മെത്തേഡിൽ. അതിനകത്ത് കുറേ R വാല്യൂസ് ഉണ്ട് എങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. കൂടുതലും ജോമെട്രിക് മെത്തേഡും അതുപോലെ തന്നെ അരിത്തമെറ്റിക് മെത്തേഡ്സിൻ്റെ പ്രോബ്ലംസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലംസിൽ കണ്ടിട്ടില്ല എങ്കിൽ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചിരിക്കുക. അതുപോലെ മറ്റു മെത്തേഡ്സ് കൂടിയുണ്ട്, ഡിക്രീസിങ് റേറ്റ് മെത്തേഡും ഒക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് പഠിക്കാനുള്ള ഒരു കർവ് ആണ് ലോജിസ്റ്റിക് കർവ്, അല്ലെങ്കിൽ ഐഡിയൽ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. എന്താണ് അതിൻ്റെ പേര്, ലോജിസ്റ്റിക് കർവ് എന്നും എസ് ഷേപ്പിലെ കർവ് ആണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മുടെ ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്നതാണ് എൻവയോൺമെൻറ്റലിനകത്ത്. അതായത് നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ഓരോ കണ്ടന്റുകളും എത്രമാത്രമാണ് അക്സെപ്റ്റബിൾ ലിമിറ്റ്, എത്രമാത്രമാണ് പെർമിസിബിൾ ലിമിറ്റ് എന്നുള്ളത് എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ലേറ്റസ്റ്റ് IS കോഡിൻ്റെ ഒരു പോർഷൻസ് ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. അത് പ്രകാരം കളറിൻ്റെ അക്സെപ്റ്റബിൾ ലിമിറ്റ്, ഇപ്പോൾ ഈ ചില എക്സാമുകൾക്ക് അക്സെപ്റ്റബിൾ ലിമിറ്റും പെർമിസിബിൾ എടുത്തെടുത്ത് ചോദിക്കുക. അങ്ങനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഈ വാല്യൂ പ്രകാരമുള്ള ആൻസർ ചൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ റേഞ്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന റേഞ്ച് ചൂസ് ചെയ്യാം. സോ കളറിൻ്റെ അക്സെപ്റ്റബിൾ ലിമിറ്റ് 5 ഹെയ്സൺ ആണ്, കളറിൻ്റെ യൂണിറ്റ് ഹെയ്സൺ ആണ്. പെർമിസിബിൾ ലിമിറ്റ് 15 ആണ്. ചിലയിടത്ത് 5 to 20 എന്ന് നിങ്ങൾ റേഞ്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അടുത്തത് ഓർഡറിൻ്റെ കാര്യം എഗ്രിയബിൾ ആണ്. pH വാല്യൂ 6.5 to 8.5 ആണ്. ടേസ്റ്റ് എഗ്രിയബിൾ ആണ്. പിന്നെ ടർബിഡിറ്റി എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ലിമിറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ 1 ആണ്, പെർമിസിബിൾ ലിമിറ്റ് 5 ആണ്. അടുത്തത് ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ്, അക്സെപ്റ്റബിൾ ലിമിറ്റ് 500 ആണ്. അടുത്തത് പെർമിസിബിൾ ലിമിറ്റ് 2000 ആണ്. ഇതെല്ലാം PPM അല്ലെങ്കിൽ mg/L ആണ് നമ്മളെ യൂണിറ്റ്. ഈ ഓരോ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് ഒക്കെ യൂണിറ്റ് പറയുന്നത്. ടർബിഡിറ്റി നമ്മൾ NTUവിലൊക്കെയാണ് പറയാറുള്ളത്, നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്. ഇനി അടുത്ത ബാക്കി കുറേ ഐറ്റംസ് കൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ബൈഹാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾ വാല്യൂസ് ബൈഹാർട്ട് ചെയ്തിരിക്കുക. ക്ലോറൈഡ് ആണെങ്കിൽ 250 to 1000 ആണ്. അതുപോലെ തന്നെ ഫ്ലൂറൈഡ് ചോദിക്കാറുണ്ട്. അക്സെപ്റ്റബിൾ 1 ഉം പെർമിസിബിൾ 1.5 ആണ്. അതായത് 1 to 1.5 ആണ് ഫ്ലൂറൈഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ, ബാക്കി കണ്ട് സൾഫേറ്റ് കൊടുത്തിട്ടുണ്ട് 200 to 400, ടോട്ടൽ ആൽക്കലിനിറ്റി 200 to 600, ടോട്ടൽ ഹാർഡ്നെസ് 200 to 600. പറ്റുന്ന അത്രയും വാല്യൂസ് പഠിച്ചിരിക്കുക. പിന്നെ ഫിനോളിക് കോമ്പൗണ്ട്സ് ഒക്കെ 0.001, അത് ചില എക്സാമ്പിൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. സോ വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുന്നത് സ്ക്രീനിങ് ആൻഡ് സെഡിമെൻറ്റേഷൻ ആണ്. സോ സെഡിമെൻറ്റേഷനകത്ത് മെയിനായിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോയുടെ ഇക്വേഷൻ ആണ് സെറ്റിലിംഗ് വെലോസിറ്റി, പാർട്ടിക്കിൾ താഴെ വന്ന് സെറ്റിൽ ചെയ്യുന്ന ആ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സ്റ്റോക്സ് ലോയിൽ പറയുന്നത്. അത് പ്രകാരം സെറ്റിലിംഗ് വെലോസിറ്റിയുടെ ഇക്വേഷൻ G/18 ഇൻറ്റു G - 1 ഇൻറ്റു d²/μ ആണ്. അതിനകത്ത് സ്മോൾ g എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നിങ്ങൾക്ക് വാല്യൂ അറിയാം, 9.81 അല്ലെങ്കിൽ 10 എടുക്കാം. ക്യാപിറ്റൽ G എന്ന് പറയുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്, സ്മോൾ g ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, d എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ ആണ്, ന്യൂ എന്ന് പറയുന്ന കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. അപ്പം ഈ ഇക്വേഷൻ പാർട്ടിക്കിൾ സൈസ് <1 mm സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് സ്റ്റോക്സ് ലോയുടെ തന്നെ പല ഇക്വേഷൻസ്, അതായത് പാർട്ടിക്കിൾ സൈസിന് മാറ്റം അനുസരിച്ച്, നേരത്തെ പറഞ്ഞു <1 mm അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ സ്റ്റോക്സ് ലോ തന്നെ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. 418 ഇൻറ്റു S - 1. എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി, ഒന്നെങ്കിൽ G എടുക്കുക അല്ലെങ്കിൽ S എടുക്കുക. നൊട്ടേഷൻ S - 1 ഇൻറ്റു d² ഇൻറ്റു 3T + 70/100 ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്സ് ലോയുടെ മെയിൻ ഇക്വേഷൻ കൂടാതെ സെറ്റിലിംഗ് വെലോസിറ്റിക്ക് ടെമ്പറേച്ചർ ആയിട്ടുള്ള റിലേഷൻ തരുന്ന ഹെയ്സൻസ് കൊണ്ടുവന്ന ഹെയ്സൻ ഇക്വേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. 418 ഇൻറ്റു S - 1 ഇൻറ്റു D ഇൻറ്റു 3T + 70/100. അതുപോലെ തന്നെ അത് ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 1 mm ആണ് എങ്കിൽ ടർബുലന്റ് കണ്ടീഷൻ ആയിരിക്കും. സോ അതിന് ന്യൂട്ടൺസ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 1.8 ഇൻറ്റു √GD ഇൻറ്റു S - 1. ഈ ഇക്വേഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മെയിൻ ആയിട്ടുള്ള ഡയമീറ്റർ <1 mm ആയിട്ടുള്ളതാണ് സ്റ്റോക്സ് ലോ. സോ ആ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോക്കിയിരിക്കുക. അടുത്തതിനി സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ പാരാമീറ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അതിലെ ഫസ്റ്റ് ഡിസൈൻ പാരാമീറ്റർ ആണ് ഓവർഫ്ലോ റേറ്റ്. അതിനെ തന്നെ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഓവർഫ്ലോ വെലോസിറ്റി, സർഫസ് ഓവർഫ്ലോ റേറ്റ് SOR, അല്ലെങ്കിൽ സർഫസ് ലോഡിംഗ് റേറ്റ് SLR. അപ്പം ഇതെല്ലാം സെയിം തന്നെയാണ്. ഓവർഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആ പ്രോബ്ലംസിനോടൊപ്പം തന്നെ രണ്ട് വാല്യൂ കൂടി ബൈഹാർട്ട് ചെയ്യാണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് അല്ലെങ്കിൽ ടൈപ്പ് 1 സെറ്റിലിങ്ങിന് ഓവർഫ്ലോ റേറ്റിൻ്റെ വാല്യൂ ചോദിക്കാറുണ്ട്. വാല്യൂ എന്ന് പറയുന്നത് 500 to 750 Lit/H/m². യൂണിറ്റ് കൂടി ശ്രദ്ധിക്കുക. ഇനി Lit/H/m² ആണ് എങ്കിലാണ് 500 to 750. ഇനി അഥവാ m³/day/m² ഓഫ് പ്ലാൻ ഏരിയയിലാണെങ്കിൽ അതിനെ ഒന്ന് നിങ്ങൾ m³ കൺവേർട്ട് ചെയ്യുമ്പോൾ 12 to 18 എന്ന് കിട്ടും. സോ 2 യൂണിറ്റ് വെച്ചിട്ടും വാല്യൂ പഠിച്ചിരിക്കുക. ഇനി സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ടൈപ്പ് 2 സെറ്റിലിംഗ് ആണെങ്കിൽ വാല്യൂ ഡിഫറൻസ് കൂടുതലാണ്. 1000 to 1250 ആണ് ഇൻ Lit/H/m². ഇൻ m³/day/m² ആണെങ്കിൽ 24 to 30 ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഇക്വേഷൻ ആണ് ഇത്. ഓവർഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ബൈ സർഫസ് ഏരിയ. ഡിസ്ചാർജ് നിങ്ങൾക്ക് അറിയാലോ, Q ആണ്. ഡിസ്ചാർജ് വോളിയം ബൈ ടൈം വെച്ച് ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കാം. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഉണ്ടെങ്കിൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. അടുത്തത് സെഡിമെൻറ്റേഷൻ ടാങ്കിനകത്തുണ്ട് മറ്റൊരു ഇക്വേഷൻ, ഡിസൈൻ പാരാമീറ്ററിൽ വരുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് സെഡിമെൻറ്റേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ചോദിക്കുക. സെഡിമെൻറ്റേഷൻ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് VS/V0 ഇൻറ്റു 100. VS എന്ന് പറഞ്ഞാൽ സെറ്റിലിംഗ് വെലോസിറ്റി, V0 എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ റേറ്റ്. സോ സെറ്റിലിംഗ് വെലോസിറ്റി ബൈ ഓവർഫ്ലോ റേറ്റ് ഇൻറ്റു 100 ആണ് എന്ത്? സെഡിമെൻറ്റേഷൻ എഫിഷ്യൻസി. അടുത്ത ടേം ആണ് ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത്. ഡിറ്റൻഷൻ ടൈം എന്ന് പറഞ്ഞാൽ ആ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ വാട്ടർ എത്രമാത്രം ഡിറ്റൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ടൈമാണ് ഡിറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിറ്റൻഷൻ ടൈം. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് വോളിയം ഓഫ് ദ ടാങ്ക് ബൈ റേറ്റ് ഓഫ് ഫ്ലോ, V/Q. വോളിയം ഒരു റെക്ടാങ്കുലർ ടാങ്ക് ആണെങ്കിൽ LBH, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. സർക്കുലർ ആണെങ്കിൽ വോളിയം ഡിഫറൻറ്റ് ഇക്വേഷൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ ആയിട്ടുള്ള പോയിന്റ് ആണ്. മെയിനായിട്ട് നമുക്ക് റെക്ടാങ്കുലർ ടാങ്കിൻ്റെ കാര്യമാണ് പഠിക്കാനുള്ളത്. ഇനി ഓവർഫ്ലോ റേറ്റിൻ്റെ രണ്ട് വാല്യൂ ബൈഹാർട്ട് ചെയ്തതുപോലെ തന്നെ ഡിറ്റൻഷൻ ടൈമും പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണെങ്കിൽ 4 to 8 hours ആണ് ഡിറ്റൻഷൻ ടൈം എന്നും, സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ ആണെങ്കിൽ ഡിറ്റൻഷൻ ടൈം കുറച്ച് കുറവായിരിക്കും. അതായത് നമ്മുടെ പ്ലെയിൻ സെഡിമെൻറ്റേഷന് നേരെ ഹാഫ് എടുക്കുക, 2 to 4 hours ആയിരിക്കും ടൈപ്പ് 2 സെറ്റിലിങ്ങിനകത്ത് സെഡിമെൻറ്റേഷൻ വിത്ത് കൊയാഗുലേഷൻ്റെ ഡിറ്റൻഷൻ ടൈം വാല്യൂ. സോ വോളിയം ബൈ ഡിസ്ചാർജ് റേറ്റ് ഓഫ് ഫ്ലോ ആണ് ഡിറ്റൻഷൻ ടൈമിൻ്റെ ഇക്വേഷൻ. അടുത്ത ഇനി എക്സ്ട്രാ കുറച്ച് ഡിസൈൻ പാരാമീറ്റർ കൂടെ ഉണ്ട്. ഫ്ലോയിങ് ത്രൂ പീരീഡ് ഉണ്ട്. ഫ്ലോയിങ് ത്രൂ പീരീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിറ്റൻഷൻ ടൈമിനേക്കാൾ ലെസ് ആയിരിക്കും. അതായത് ആക്ച്വൽ ആവറേജ് ടൈം, വെള്ളം എത്രമാത്രമാണ്, എത്ര നേരം എടുത്തിട്ടാണ് പാസ് ചെയ്തതെന്നുള്ളതാണ്
ഫ്ലോയിങ് ത്രൂ പീരീഡ്. അടുത്ത ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫിഷ്യൻസി. ഡിസ്പ്ലേസ്മെൻറ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് ത്രൂ പീരീഡ് ബൈ ഡിറ്റൻഷൻ ടൈം ഇൻറ്റു 100 ആണ്. ഫ്ലോയിങ് ത്രൂ പീരീഡ് ബൈ ഡിറ്റൻഷൻ ടൈം ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫിഷ്യൻസി. അതിൻ്റെ വാല്യൂ നോർമലി 0.25 to 0.5 അല്ലെങ്കിൽ 25% to 50% ആയിരിക്കും. അടുത്തൊരു വിയർ ലോഡിംഗ് റേറ്റ് എന്ന് പറയുന്ന ഒരു ടേം കൂടിയുണ്ട്. അതായത് ഡിസ്ചാർജിനെ ലെങ്ത് ഓഫ് വിയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിയർ ലോഡിംഗ് റേറ്റ് കിട്ടും. അടുത്ത ഇനി നമ്മൾ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ മെയിനായിട്ട് 2 ഫിൽറ്റേഴ്സ്, സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററുമാണ് പഠിക്കാനുള്ളത്. അതിനകത്തുള്ള കമ്പാരിസൺ വാല്യൂസ് ഒന്ന് ബൈഹാർട്ട് ചെയ്യും. അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും നിങ്ങൾ പഠിക്കുമ്പോൾ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ്റെ വാല്യൂ നമ്മുടെ സ്ലോ സാൻഡിന് 100 to 200 L/m² ആണെന്നും അതുപോലെ തന്നെ റാപ്പിഡിന് 3000 to 6000 ആണെന്നുള്ള വാല്യൂ, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ വാല്യൂ ബൈഹാർട്ട് ചെയ്തിരിക്കുക. രണ്ടിലും ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളതൊന്ന് പഠിച്ചിരിക്കുക. സ്ലോ സാൻഡ് ഫിൽറ്റർ ആണ് എങ്കിൽ നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത് ടോപ്പ് ലെയർ സ്ക്രാപ്പ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ വരുമ്പോൾ ബാക്ക് വാഷിംഗ് ആണ് വരുന്നത്. അങ്ങനെ കുറച്ച് ഡിഫറൻസ് നോക്കാം. പീരീഡ് ഓഫ് ക്ലീനിങ് സ്ലോ സാൻഡ് ഫിൽറ്റർ 1 to 3 months വരും. എന്നാൽ നമ്മുടെ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററിൽ 1 to 3 days 1 to 2 days ആണ് വരുന്നത്. സോ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന സാൻഡ് പാർട്ടിക്കിളിൻ്റെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ്, ഇഫക്റ്റീവ് സൈസ്, അങ്ങനെ കുറച്ച് വാല്യൂസും കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചിരിക്കുക. അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോർഷൻസിൻ്റെ ഇക്വേഷൻസ് മാത്രമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. ജസ്റ്റ് ഒരു റിവിഷൻ, ക്വിക്ക് റിവിഷൻ എന്നുള്ള രീതിക്ക് ഇക്വേഷൻസ് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തിയറി പോർഷൻസും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ബിടെക്കിനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്നതാണ്. സോ അതിൻ്റെ ഓരോ പോർഷൻസിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇക്വേഷൻസ് എല്ലാം മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ ഇനി വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിൻ്റെ ഇക്വേഷൻസ് നെക്സ്റ്റ് സെഷനിൽ വീഡിയോ ഇടുന്നതായിരിക്കും. സോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.